അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മളിവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ. ഞാനും അമ്മയും കൂടെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ നിന്നു. അങ്ങനെ പോയി ക്യൂ ഒക്കെ നിന്നു. തിരക്കൊക്കെ കുറവായിരുന്നു നമ്മുടെ ബൂത്തിൽ. അപ്പോൾ പെട്ടെന്ന് പോയി വോട്ട് ചെയ്തു. എൻ്റെ കന്നി വോട്ടാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്ക് ടെൻഷനായിട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ എന്തിനൊക്കെയോ കുത്തിപ്പോകുന്നു. അങ്ങനെ ഓട്ടമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയപ്പോൾ നമ്മളെ വീട്ടിലൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറാണ്. ലച്ചുട്ടിക്കും ചെക്കനൊക്കെ വേണ്ടിയിട്ട് ഏട്ടനെ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയി. വലിയ ഇടയ്ക്ക് ഞങ്ങൾ സീനാക്കി അൺബോക്സ് ചെയ്തതാണ്. പക്ഷേ അത് തലതിരിഞ്ഞു പോയി ഗൈസ്. പിന്നെ ഞങ്ങളത് തിരിച്ചിട്ടു. ഇത് 2 മോട്ടറിലാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏട്ടൻ തന്നെയാണ് ഇതൊക്കെ ഫുള്ള് സെറ്റപ്പ് ചെയ്തത്. പിന്നെന്താ പച്ച സ്വിച്ച് ഇട്ടാൽ ബാക്കിലോട്ട് പോവും, റെഡ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോവും. അതിന് എന്തൊക്കെയൊക്കെയോ സെറ്റിങ്സ് ഉണ്ട് ഗൈസ് അതിന്. ഞാൻ ലച്ചുട്ടി ഏട്ടൻ അവിടെ നേരേക്കണ സമയം കൊണ്ട് ഞങ്ങൾ ഈ ബബിൾസ് പൊട്ടിച്ചു. ബബിൾസ് തന്നെയാണ് തോന്നുന്നു പറയാം. അത് പൊട്ടിച്ചുകൊണ്ടിരുന്നു. എന്താ ചെയ്യുന്നത്? അങ്ങനെ ലച്ചുട്ടി പറഞ്ഞ പോലെ ബബിൾസോ ആ സംഭവം പൊട്ടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മടുത്തു. പിന്നെ ഞങ്ങൾ ഏട്ടൻ ബാക്കി എന്താ ചെയ്യണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ലച്ചുട്ടി അതിന് കൈസഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഫുള്ള് സെറ്റപ്പ് ചെയ്ത് ഏട്ടൻ അതിൻ്റെ പ്രവർത്തന വശങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചെക്കൻ അപ്പുറത്ത് കടന്നു ഉരുളുന്നുണ്ട്. അച്ചമ്മീൻ്റെ കൂടെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. കുറേ സാധനങ്ങൾ അതിൽ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് റിമോട്ടിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിന് ബാറ്ററി ഇടാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ലച്ചുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞങ്ങളത് നോക്കിയിരിക്കുന്നുണ്ട്. കുറേ ലൈറ്റും കുറേ പാട്ടും കുറേ മ്യൂസിക്കും എന്തൊക്കെയൊക്കെയോ അതിലുണ്ട് ഗൈസ് ആ വണ്ടിയിൽ. പിന്നെ അവൾക്ക് സെറ്റായി ഇതാ ലച്ചുട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾ അയിമ തന്നെ കൂടെ ഞങ്ങളും അതിൻ്റെ പ്രവർത്തന രീതികളും പ്രവർത്തന വശങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ലൈറ്റൊക്കെ കത്തും ഗൈസ്. സംഭവം സെറ്റ് അടിപൊളി. ലച്ചുട്ടിക്ക് ആദ്യമൊക്കെ അത് ഓടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവൾ അത് ഡോറുമ്മ കൊണ്ടുപോയി കുത്തുക, ചുമരുമ്മ കൊണ്ടുപോയി കുത്തുക, അത് എങ്ങോട്ടാ അതിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാൻ കുറച്ച് ടൈം. ഞങ്ങളത് പിന്നെ ബാറ്ററി ഒക്കെ ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി ഗൈസ്, റിമോട്ടൊക്കെ വെച്ച്. പിന്നെ ചേച്ചി അതിൻ്റെ പെട്ടിയൊക്കെ കൊണ്ടുപോയി ഉള്ളിൽ വെച്ചു. ഇനി ആവശ്യം വന്ന് എടുക്കാമല്ലോ വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.